ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത് ജിസേൽ വേഴ്സസ് അനുമോൾ ക്ലാഷ് ആണ്. അതായത് ജിസേൽ നെയിം നോമിനേഷനിൽ വെച്ച് അനുമോളുടെ പേരെടുക്കുകയും അനുമോൾ ചപ്പാത്തി കണ്ടുപോകുന്നത് ഞാൻ കണ്ടു എന്ന് ജിസേൽ പറയുന്നിടത്ത് അനുമോൾ പ്രതികരിച്ചതുമാണ് സംഭവത്തിന് ആധാരമായ വിഷയം. അതായത് ജിസേൽ കൈ നീട്ടിയപ്പോൾ അനുമോൾ അത് തട്ടി മാറ്റിയതും ജിസേൽ അത് ബിഗ് ബോസിനോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയുള്ള ആക്ഷൻ എന്തായിരിക്കുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പക്ഷേ മുൻ സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അനുമോൾ പുറത്തേക്ക് പോകാൻ വരെ ഈ ഒരു കാരണം നമുക്ക് കാരണമായേക്കാം. പക്ഷേ മുൻപൊരു സീസണിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ ഒരു അറ്റാക്കിന് അതായത് ഇരയായ ആളോട് ചോദിക്കും, അവരിപ്പോൾ ക്ഷമിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള ഒരു പെർമിഷൻ കൊടുക്കും. പക്ഷേ അത് ജിസേൽ ഏത് സ്റ്റാൻഡ് എടുക്കുമെന്ന് വ്യക്തമല്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ ഹൗസിനകത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ മേക്കപ്പ് സാധനങ്ങളുടെ കാര്യം പറഞ്ഞുള്ള ക്ലാഷ് ബിഗ് ബോസ് ഹൗസിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വീടിനകത്ത് നടന്ന മേജർ ഇൻസിഡൻസ് പറഞ്ഞാൽ ഒന്ന് ക്യാപ്റ്റൻ നോമിനേഷൻ, മറ്റൊന്ന് ജയിൽ നോമിനേഷനുമാണ്. ആര്യൻ, ജിസേൽ, അഭിലാഷ് എന്നിവർ അവർ ഈ 3 പേരാണ് അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് യോഗ്യത നേടിയവർ. ഈ 3 പേരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരികയാണ്. ജയിൽ നോമിനേഷനിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടിയിട്ട് നെവിൻ, അത് കഴിഞ്ഞ് രേണുസുതി, പിന്നെ കലാഭവൻ സരിക അനുമോളും ടൈയായി എടുത്ത് വോട്ടിങ്ങിൽ അനുമോൾ സേഫ് ആവുകയായിരുന്നു. അപ്പോൾ ജയിലിനകത്ത് നമുക്കറിയാം 2 പേർക്ക് മാത്രമേ അതിനകത്ത് താമസിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. രേണുസുതിയും നെവിനും ജയിലിനകത്തും, കലാഭവൻ സരിക ജയിലിന് പുറത്തുമാണ്. പക്ഷേ ജയിൽ ഡ്രസ്സിൽ വീടിനകത്ത് വരാൻ പറ്റാതെ കലാഭവൻ സരികയും വീടിന് പുറത്ത് കഴിയണം. അവർ വെച്ചാണ് അവർ ജയിൽ പണിഷ്മെന്റ് ടാസ്ക് ആയ ഒരു അച്ചാർ ടാസ്ക്, ജയിലിനകത്ത് നിന്നും ഭരണിയിലേക്ക് നെല്ലിക്ക എറിയുന്ന അങ്ങനെ ഒരു ടാസ്ക്കാണ് അവർക്ക് ഇപ്രാവശ്യം ബിഗ് ബോസ് കൊടുത്തത്. ഇങ്ങനെ ഇവർ ഇന്ന് മേജർ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അനുമോൾ ജിസേൽ തമ്മിലുള്ള അവരുടെ ക്ലാഷ് തന്നെയാണ് ഇന്നത്തെ മെയിൻ സംസാര വിഷയം. അതിനകത്ത് ഹൗസിനകത്ത് തന്നെ 2 തരം സ്റ്റാൻഡിലേക്ക് ടീമുകൾ 2ആയിട്ട് പിരിയുന്നുണ്ട്. ചിലവർ പറയുന്നു അത് അനുമോൾ എന്ത് പറഞ്ഞാൽ അത് ഓവർ ആക്ടിങ് ചെയ്ത് അവസാനം അങ്ങനെ ചെയ്യും, അനുമോൾ അത് ചെയ്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല എന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നവരുണ്ട്. പക്ഷേ അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹൗസിനകത്തുണ്ട്. ജിസേൽ ഈ ഒരു പണിഷ്മെന്റിന് ശേഷം ഇത് തുടരുന്നത് നോമിനേഷൻ ഇടയിൽ വെച്ച് തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ഷാനവാസ് അതിശക്തമായി ചോദ്യം ചെയ്തു. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് തന്നെ പറഞ്ഞു, ഈ ഒരു കാര്യം നിന്റെ കയ്യിൽ കിട്ടിയത്, അത് ആര്യന്റെ കയ്യിൽ കിട്ടിയത്, ഈ വാണിങ്ങിന് ശേഷവും കിട്ടിയത്, അത് അവസാനം ക്വസ്റ്റ്യൻ എൻ്റെ തലയിലേക്ക് വരും, അതുകൊണ്ട് ഇത് നിങ്ങൾ ഏറ്റെടുത്തേ മതിയാവും, ആ തെറ്റ് നിങ്ങൾ ഏറ്റു പറയണം എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ അത് സമ്മതിക്കുകയും ഉണ്ടായി. അങ്ങനെ ഹൗസിനകത്ത് മേജർ സംസാര വിഷയമായി ഈ ഒരു വിഷയം മാറിയിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ ഇരിക്കുക. താങ്ക് യു.